രവിയുടെ പ്രണയത്തിന്റെ ദേവാസുര യുദ്ധകഥ. പുതിയരങ്ങിൽ ആട്ടവിളക്ക് തെളിയുമ്പോൾ വേഷങ്ങൾക്ക് ആസുരകാലത്തിന്റെ രൗദ്രതയേറുന്നു. വാൾമുനകളിൽ ചോരയും കണ്ണീരും തിളങ്ങുന്നു. മലയാളത്തിന്റെ മനസ്സിൽ കൽവിളക്കായി കത്തി നിൽക്കുന്ന കഥയുടെ രണ്ടാം അംഗം എന്ന ആമുഖത്തോടെയാണ് രാവണപ്രഭു അതിന്റെ യാത്ര തുടങ്ങിയത്. കരിമേഘ കെട്ടഴിഞ്ഞ ആകാശക്കാവിലെ ആ മേളത്തിന് അവിടെ നിന്ന് അങ്ങോട്ട് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടിയ ഗംഭീര വരവേൽപ്പായിരുന്നു. പ്രൈം ടൈം മോഹൻലാലിന്റെ ഏറ്റവും കനമുള്ള നായകവേഷം. മലയാള സിനിമ അന്ന് വരെ കണ്ട വീര്യമുള്ള തലയെടുപ്പുള്ള നായകന്റെ ബാക്കി കഥ. ഈ നാട് കണ്ട തന്ത്രശാലിയായ വില്ലന്റെ പ്രതികാര കഥ. ഒരു രാവണ കഥയിലേക്കാണ് ചിത്രം പ്രേക്ഷകരെ ക്ഷണിച്ചത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളിലൂടെ ഒരു ദൃശ്യ ശ്രവ്യ വിസ്മയമായി മാറിയ രാവണപ്രഭു. അതുവരെ പുറത്തിറങ്ങിയ സൂത്രവാക്യങ്ങളെ തകർക്കാതെ മാറ്റി വരച്ചുകൊണ്ടാണ് രാവണപ്രഭു അഭ്രവാളികളിൽ തെളിഞ്ഞത്. പേരാണ് ചോദിച്ചതെങ്കിൽ കാർത്തികേയൻ, മംഗലശ്ശേരി നീലകണ്ഠൻ കാർത്തികേയൻ, MN കാർത്തികേയൻ എന്ന സ്റ്റൈലിഷ് ഇൻട്രോ ഡയലോഗിൽ തുടങ്ങി ആക്ഷനും റൊമാൻസും ഡ്രാമയും ഡാൻസും എല്ലാം അടങ്ങുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ്. മറ്റൊരു താരത്തെ വെച്ചുകൊണ്ടും പുൾ ഓഫ് ചെയ്യുക എന്നത് ചിന്തയിൽ പോലും അനുവദിക്കാത്ത അത്ര ആഴമുള്ള നീലകണ്ഠനും വീറുള്ള കാർത്തികേയനും. ഭാനുമതിയുടെയും നീലകണ്ഠന്റെയും പ്രണയത്തിന്റെ പക്വതയിലാണ് ചിത്രം അതിന്റെ കാമ്പിലേക്ക് അടുക്കുന്നത്. ആശുപത്രിയിൽ പോകാമെന്ന് ഭാനുവിനെ കൺവിൻസ് ചെയ്യുന്ന നീലൻ, മകന്റെ തിരക്കുകൾ ബോധിപ്പിക്കുന്ന, അയാളുടെ പരിഭവങ്ങൾ പങ്കുവെക്കുന്ന രംഗം. ഭാനുവിന്റെ ചിലങ്കകളിൽ പതിയെ താളം പിടിച്ചുകൊണ്ട് അയാൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പെട്ടെന്നുയരുന്ന സുഹറയുടെ കരച്ചിലിന്റെ നടുക്കത്തിൽ കയ്യിലെ താളം പിഴച്ച് ചിലങ്കയിലൊന്ന് താഴെ വീഴുന്നിടത്ത് അയാൾ തന്റെ പ്രാണൻ വറ്റിയത് തിരിച്ചറിയും. ഭാനുവിനെ ചേർത്തു പിടിച്ച് നെറ്റിയിൽ സമ്മാനിക്കുന്ന അന്ത്യചുംബനത്തിനൊപ്പം ആദ്യമായും അവസാനമായും ആ കണ്ണുകളിൽ നീർ തെളിയും. ആത്മം നഷ്ടമായ ദേഹി എന്തു ചെയ്യണമെന്നറിയാതെ വാര്യരോട് വ്യക്തമല്ലാത്ത ഏതോ ഭാഷയിൽ പുലമ്പിക്കൊണ്ടേയിരിക്കും. ഓരോ ചുവടിലും ഭാനുവിന്റെ ഓർമ്മകളിലേക്ക് അയാൾ കാലിടറി വീണുകൊണ്ടേയിരിക്കും. പാടെ തകർന്നു പോകുന്ന മംഗലശ്ശേരി നീലകണ്ഠന് താങ്ങാവുന്ന ഊന്നുവടി പോലെ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ കൂട്ടിനെത്തുമ്പോൾ കണ്ണു നനയ്ക്കാത്ത പ്രേക്ഷകരുണ്ടാകില്ല. ഹൃദയത്തിൽ നിൻമുഖ പ്രണയത്തിൻ ഭാവങ്ങൾ പഞ്ചാഗ്നി നാളമായി എരിഞ്ഞിരുന്നു. തുടുവിരലിൻ തുമ്പാൽ നിൻ തിരുനെറ്റിയിൽ എന്നെ നീ സിന്ദൂര രേണുവായി അണിഞ്ഞിരുന്നു. രാവണപ്രഭു അതിന്റെ പീക്കിലെത്തുകയാണ് അവിടെ. നീലന്റെ കണ്ണീരിനും വിളിച്ചുണർത്താനാവാത്ത ഭാനുവിൽ. അതേ ബീറ്റിനെ ബാലൻസ് ചെയ്യുകയാണ് മറുവശത്ത് കാർത്തികേയൻ എന്ന പുത്തൻ അവതാരം. മംഗലശ്ശേരി നീലകണ്ഠൻ പണ്ട് ദയ കാണിച്ചതാ കൈവെട്ടിയെടുത്തപ്പോൾ. കാർത്തികേയൻ അത് കാണിക്കില്ല എന്ന് പറയുന്നിടത്ത് തന്നെ അയാളെ വ്യക്തമായും നീലകണ്ഠനിൽ നിന്നും വേറിട്ട് നിർത്തുകയാണ്. ഒരു ലാൻഡ് ക്രൂസൻ പ്രഡോയിൽ വന്നിറങ്ങി ആശുപത്രി തല്ലിപ്പൊളിക്കുന്ന കാർത്തികേയനിൽ ഒരേ സമയം കുറ്റബോധവും ദേഷ്യവും സങ്കടവും എല്ലാം വന്നുപോകും. അയാൾക്ക് വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ട BGM കൂടെ എത്തുമ്പോൾ കാർത്തികേയൻ എന്ന ഹീറോയുടെ എലഗൻസ് പ്രേക്ഷകരിലേക്ക് ട്രാൻസ്ഫർ ആകും. മാസും ക്ലാസും ചേർത്ത് വെച്ച് ഉരുക്കിയെടുത്തതാണ് ആ കഥാപാത്രത്തെ എന്ന് തോന്നിക്കും. കൂടുതൽ സ്ക്രീൻ സ്പേസിൽ കാർത്തികേയൻ സ്കോർ ചെയ്യുമ്പോഴൊക്കെയും കാലം കയ്യിലെത്തിച്ച സ്വാത്വികത നീലകണ്ഠന്റെ ശക്തിയാകും. വലം കൈയിലേക്ക് ചോരയോട്ടം കൂടിയപ്പോഴും ആയുധം താനെ കയ്യിലേക്ക് വന്നപ്പോഴും മനസ്സിനെ, ശരീരത്തെ ജയിക്കാൻ ഞാൻ ശീലിച്ചതിന്റെ ഫലമാണ് നീ. അനായാസന മരണം വിനാ ദൈന്യേന ജീവനം ദേഹീമേ കൃപയാ ശംഭോ ത്വയി ഭക്തിമ ചഞ്ചലാം. അനായാസമായ മരണം, ദീനമില്ലാത്ത ജീവിതം നിന്നിൽ അചഞ്ചല ഭക്തനായ എനിക്ക് തന്നാലും ശംഭോ ശങ്കര ഗൗരീപതേ അങ്ങനെ പ്രാർത്ഥിച്ചുകൂടേണ്ട സമയമായി ശേഖര എന്ന് പറയുന്നിടത്ത് കഴിഞ്ഞ ആണ്ടുകൾ അയാളിലേക്ക് പകർന്നു നൽകിയ പക്വത വ്യക്തമാകും. നേടിയതും വെട്ടിപ്പിടിച്ചതും ദാനം കിട്ടിയതും വീണ് കിട്ടിയതും സ്വപ്നം കണ്ടതും കണ്ണിൽ കണ്ടതും എല്ലാത്തിൻ്റെയും കണക്ക് പുസ്തകം പിന്നിൽ ഉപേക്ഷിച്ചുള്ള നീലന്റെ വാനപ്രസ്ഥം കൂടിയാണ് രാവണപ്രഭു. 10-35 വർഷം മുമ്പ് കണ്ണിൽ തറച്ചൊരു മുള്ളിനെ പുറത്തെടുക്കാനുള്ള സൂചി കണ്ടെത്തുകയാണ് അവിടെ മുണ്ടക്കൽ ശേഖരൻ. മംഗലശ്ശേരി മുറ്റത്തു നിന്നും നീലകണ്ഠനെ തുടച്ചു മാറ്റുന്ന ശേഖരനോളം പവർഫുള്ളായ ഒരു വില്ലൻ അതിനു മുൻപോ ശേഷമോ മലയാള സിനിമ കണ്ടിട്ടുണ്ടാകില്ല. നീലകണ്ഠൻ എന്ന മഹാമേരു അപ്പുറത്തുള്ളതിൽ സ്വന്തം നിലനിൽപ്പ് കണ്ടെത്തുന്ന അസാധ്യ പ്രതിനായകൻ. അയാളുടെ അനന്തരവൻ രാജേന്ദ്രനായി വിജയരാഘവൻ കൂടെ എത്തുമ്പോൾ ഇരട്ടിക്കുന്ന ലാൽപവറിനെ തടുക്കാൻ മുണ്ടക്കലിൽ തത്തുല്യ എതിർശക്തി രൂപം കൊള്ളുകയാണ്. വിജയരാഘവന്റെ പെർഫോമൻസും കുഞ്ഞുണ്ണി മാഷയൊക്കെ പോലെ തോന്നിക്കുന്ന വൃദ്ധൻ വാര്യരായുള്ള ഇന്നസെന്റിന്റെ പെർഫോമൻസും സിനിമയുടെ സുപ്രധാന ഏടുകളാണ്. അതിലുപരി ചിത്രത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്നത് പല മൂഡുകളിലായി സെറ്റ് ചെയ്തിട്ടുള്ള സുരേഷ് പീറ്ററും രാജാമണിയും ചേർന്നൊരുക്കിയ സംഗീതത്തിൽ കൂടെയാണ്. സവർണതയും ഫ്യൂഡൽ മാടമ്പിത്തരത്തെയും ആഘോഷിക്കുന്നു എന്ന വിമർശനങ്ങൾക്കൊപ്പം തന്നെ പലയിടത്തായി കടന്നു വരുന്ന സ്ത്രീവിരുദ്ധ പരാമർശങ്ങളും കാലങ്ങൾ കടന്ന് ഇപ്പോഴും ചർച്ചയാണ്. അത് ചിത്രത്തിന്റെ പോരായ്മ കൂടിയാണ്. സാഹചര്യം ഡിമാൻഡ് ചെയ്യാത്ത വിധം കഥാപാത്രങ്ങൾക്ക്, പ്രത്യേകിച്ചും കാർത്തികേയൻ എന്ന മുഖ്യ കഥാപാത്രത്തിന് നൽകുന്ന അത്തരം ഡയലോഗുകൾ ഏറെ വിമർശിക്കപ്പെട്ടിരുന്നു. ദേവാസുരം പോലൊരു സിനിമ ഈ കാലഘട്ടത്തിൽ സ്വീകരിക്കപ്പെടുമോ എന്ന് മോഹൻലാലിനെ കൊണ്ടുപോലും സംശയിപ്പിച്ചത് ചിലപ്പോൾ അതാകാം. എങ്കിലും 24 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഓണക്കാലത്തെത്തിയ രാവണപ്രഭുവിനായി ഇന്നും പ്രേക്ഷകർ ആവേശം വറ്റാതെ കാത്തിരിപ്പുണ്ടെങ്കിൽ അത് ആ സിനിമ സമ്മാനിച്ച അനുഭൂതി ഒന്നുകൊണ്ടാണ്. വാര്യർ പറഞ്ഞതുപോലെ ഇത് അയാളുടെ കാലമല്ലേ,
കാർത്തികേയൻ മുതലാളിയുടെ കാലം. കാർത്തികേയനായും നീലകണ്ഠനായും നൂറുകണക്കിന് നായക വേഷങ്ങളിലേക്ക് പടർന്നൊഴുകുന്ന നാട്യവിസ്മയത്തിന്റെ കാലം. വെള്ളിത്തിരയിൽ തന്നെ ചെങ്കോൽ വീണ്ടെടുത്ത് കുതിക്കുന്ന ആ നായകന്റെ കാലം. റിലീസായാലും റീ റിലീസായാലും തിയേറ്ററുകളിൽ ആർപ്പുവിളികൾ അവസാനിക്കുന്നില്ലെന്ന് അടിവരയിടുന്ന മോഹൻലാൽ കാലം.